ഒരു ട്രഡീഷണൽ ഇന്ത്യൻ സ്നാക്സ് കമ്പനിയുടെ ഇന്നത്തെ മൂല്യം എത്രയായിരിക്കും? 100 കോടി അല്ലെങ്കിൽ 1000 കോടി. എന്നാൽ ഹൽദിറാംസ് എന്ന കമ്പനിയുടെ മൂല്യം കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. ഏകദേശം $10 ബില്യൺ. അതായത് നമ്മുടെ ഇന്ത്യൻ രൂപയിൽ കണക്കാക്കിയാൽ ഏകദേശം 85,000 കോടി രൂപ. ഇത് വെറും ഒരു കണക്കല്ല. 2024-25 കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റിംഗ് ഫേംസ് ഹൽദിറാംസിൽ നിക്ഷേപം നടത്താൻ തയ്യാറായപ്പോൾ അവർ ഔദ്യോഗികമായി കണക്കാക്കിയ മൂല്യമാണിത്. രാജസ്ഥാനിലെ ബിക്കാനീർ എന്ന സ്ഥലത്ത് വെറും 5-10 പൈസയ്ക്ക് കടലമാവ് കൊണ്ടുള്ള ഭുജിയ വിറ്റ് നടന്ന ഒരു സാധാരണ 12കാരനിൽ നിന്നാണ് ഈ 85,000 കോടി രൂപയുടെ ബിസിനസ് സാമ്രാജ്യം തുടങ്ങുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്നാക്ക് ബ്രാൻഡായ ഹൽദിറാംസിന്റെ യഥാർത്ഥ കഥയാണിത്. ഇതൊരു സാധാരണ കുടുംബ ബിസിനസിന്റെ കഥ മാത്രമല്ല, മറിച്ച് തന്ത്രപരമായ ബിസിനസ് നീക്കങ്ങളുടെയും കൃത്യമായ മാർക്കറ്റിംഗിന്റെയും വലിയൊരു പാഠം കൂടിയാണ്. 1908 രാജസ്ഥാനിലെ ബിക്കാനീറിലാണ് ഗംഗാ ബിഷൻ അഗർവാൾ ജനിച്ചത്. അദ്ദേഹത്തെ ആളുകൾ സ്നേഹത്തോടെ ഹൽദിറാം എന്ന് വിളിച്ചു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ, അതായത് തന്റെ 12ാമത്തെ വയസ്സിൽ അദ്ദേഹം ബിസിനസ് രംഗത്തേക്ക് കടന്നു. അദ്ദേഹത്തിന്റെ മുത്തച്ഛന് ബിക്കാനീറിലെ ഒരു ചെറിയ തെരുവിൽ സ്വന്തമായി ഒരു ഭുജിയ കടയുണ്ടായിരുന്നു. അവിടെയാണ് ഹൽദിറാം ഭുജിയ ഉണ്ടാക്കാൻ പഠിക്കുന്നത്. എന്നാൽ തന്റെ മുത്തച്ഛനെ പോലെ ഒരു ചെറിയ കടയിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. ബിസിനസ് വലുതാക്കണമെന്ന ആഗ്രഹം അദ്ദേഹത്തിന്റെ മനസ്സിൽ അപ്പോഴേ ഉണ്ടായിരുന്നു. ആ കാലത്ത് ബിക്കാനീറിൽ പലരും ഭുജിയ വിറ്റിരുന്നു. സാധാരണയായി കടലമാവ് ഉപയോഗിച്ചാണ് ഭുജിയ ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ ഹൽദിറാം അതിൽ ഒരു വലിയ മാറ്റം വരുത്തി. രാജസ്ഥാനിലെ ആളുകൾക്ക് മോദ്ദാൽ വളരെ ഇഷ്ടമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതുകൊണ്ട് കടലമാവിന് പകരം മോദ്ദാൽ ഉപയോഗിച്ച് അദ്ദേഹം പുതിയൊരു ഭുജിയ തയ്യാറാക്കി. അത് മാത്രമല്ല, അന്നത്തെ സാധാരണ ഭുജിയകളെക്കാൾ വണ്ണക്കുറവുള്ളതും നല്ല ക്രിസ്പിയുമായ ഭുജിയ ആയിരുന്നു അദ്ദേഹം ഉണ്ടാക്കിയത്. ഈ പുതിയ രുചി ആളുകൾക്ക് വളരെ വേഗം ഇഷ്ടപ്പെട്ടു. ഒരു നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അതിനൊരു നല്ല പേര് വേണമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഇവിടെയാണ് അദ്ദേഹം തന്റെ ബുദ്ധി ഉപയോഗിച്ചത്. ബിക്കാനീർ ഭരിച്ചിരുന്ന വളരെ പ്രശസ്തനായ ഒരു രാജാവായിരുന്നു മഹാരാജ ദുംഗർ സിംഗ്. അദ്ദേഹത്തോട് അവിടുത്തെ ജനങ്ങൾക്ക് വലിയ ബഹുമാനമായിരുന്നു. അതുകൊണ്ട് ഹൽദിറാം തന്റെ പുതിയ ഭുജിയയ്ക്ക് ദുംഗർ സേവ് എന്ന് പേരിട്ടു. രാജാവിന്റെ പേരിലുള്ള ഈ ഭുജിയ പെട്ടെന്ന് തന്നെ ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചു. മാർക്കറ്റിലുള്ള മറ്റ് ഭുജിയകളെക്കാൾ അല്പം കൂടിയ വിലയ്ക്കാണ് അദ്ദേഹം ഇത് വിറ്റത്. പ്രീമിയം ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ആളുകൾ ആ വില കൊടുത്തു വാങ്ങാൻ തയ്യാറായി. അങ്ങനെ 1937 അദ്ദേഹം ബിക്കാനീറിൽ സ്വന്തമായി ഒരു കട ആരംഭിച്ചു. ഈ ചെറിയ കടയാണ് ഇന്നത്തെ ഹൽദിറാംസ് ബ്രാൻഡിന്റെ യഥാർത്ഥ തുടക്കം. തുടക്കത്തിൽ ബിസിനസ് വളരെ നന്നായി നടന്നു. എന്നാൽ കുറച്ചു കാലങ്ങൾക്ക് ശേഷം കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. ചില അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് അദ്ദേഹം തന്റെ സ്വന്തം ബിസിനസ്സിൽ നിന്നും വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ടി വന്നു. താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ബിസിനസ്സിൽ നിന്നും ഒന്നുമില്ലാതെ അദ്ദേഹം തെരുവിലായി. എന്നാൽ അദ്ദേഹം തളർന്നില്ല. സുഹൃത്തുക്കളിൽ നിന്നും കടം വാങ്ങി അദ്ദേഹം വീണ്ടും 0ത്തിൽ നിന്നും ബിസിനസ് തുടങ്ങി. ഭാര്യയുടെ സഹായത്തോടെ അദ്ദേഹം ചെറുപയർ ഉപയോഗിച്ചുള്ള പുതിയ വിഭവങ്ങൾ ഉണ്ടാക്കി മാർക്കറ്റിൽ വിൽക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ കഠിനാധ്വാനവും പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയും കാരണം പഴയ കസ്റ്റമേഴ്സ് തിരികെ വന്നു. വളരെ വേഗം അദ്ദേഹം വീണ്ടും ബിക്കാനീറിലെ ഭുജിയ കിങ്ങായി മാറി. പക്ഷേ കഥ ഇവിടെ അവസാനിച്ചില്ല. 1960കളോടെ ഈ ബിസിനസ് ബിക്കാനീറിന് പുറത്തേക്ക് വളരാൻ തുടങ്ങി. ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ കൊൽക്കത്തയിൽ പോയ സമയത്താണ് ഹൽദിറാം ഒരു കാര്യം ശ്രദ്ധിച്ചത്. അവിടെയുള്ള ആളുകൾക്ക് തന്റെ ഭുജിയ വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. കൊൽക്കത്ത പോലെ വലിയൊരു നഗരത്തിൽ ഇത് വിറ്റാൽ വലിയ ലാഭം ഉണ്ടാക്കാമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അങ്ങനെ രാജസ്ഥാന് പുറത്ത് അവർ പുതിയൊരു ബ്രാഞ്ച് തുടങ്ങി. ഇതായിരുന്നു വലിയൊരു ബ്രാൻഡായി മാറാനുള്ള ഹൽദിറാംസിന്റെ ആദ്യത്തെ പടി. പിന്നീട് ബിസിനസ് ഏറ്റെടുത്തത് അദ്ദേഹത്തിന്റെ പേരക്കുട്ടികളാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം നടന്നത് 1960കളുടെ അവസാനമാണ്. ഹൽദിറാമിന്റെ പേരക്കുട്ടികളിൽ ഒരാളായ ശിവ് കിഷൻ അഗർവാൾ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലേക്ക് ബിസിനസ് വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചു. എന്നാൽ നാഗ്പൂരിലെ ആളുകൾക്ക് ഭുജിയ എന്താണെന്ന് അത്ര പരിചയമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം മറ്റൊരു തന്ത്രം പ്രയോഗിച്ചു. കാജു കത്ലി പോലെയുള്ള മധുര പലഹാരങ്ങൾ അദ്ദേഹം ആദ്യം വിൽക്കാൻ തുടങ്ങി. കസ്റ്റമേഴ്സിന് അത് സൗജന്യമായി രുചിച്ചു നോക്കാൻ നൽകി. മധുര പലഹാരങ്ങൾ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടതോടെ അദ്ദേഹം പതിയെ ഭുജിയയും മറ്റ് സ്നാക്സുകളും അവിടെ അവതരിപ്പിച്ചു. ഇവിടെയാണ് കാര്യങ്ങൾ മാറുന്നത്. നാഗ്പൂരിൽ വെറും ഒരു പലഹാരക്കട നടത്തുന്നതിന് പകരം അദ്ദേഹം ഒരു ഫുൾ സർവീസ് റെസ്റ്റോറന്റ് ആരംഭിച്ചു. അവിടെ ദോശ, സമോസ തുടങ്ങിയ ജനപ്രിയ വിഭവങ്ങൾ നൽകാൻ തുടങ്ങി. വെറും 3 വർഷത്തിനുള്ളിൽ നാഗ്പൂരിലെ അവരുടെ ബിസിനസ് 400% വളർന്നത്. പ്രാദേശികമായ താൽപ്പര്യങ്ങൾ മനസ്സിലാക്കി ബിസിനസ് ചെയ്താൽ എവിടെയും വിജയിക്കാമെന്ന് ഈ നീക്കം തെളിയിച്ചു. എന്നാൽ ഹൽദിറാംസിന്റെ ഏറ്റവും വലിയ പരീക്ഷണം ഇനിയും വരാനുണ്ടായിരുന്നു. 1970കളിൽ മറ്റൊരു പേരക്കുട്ടിയായ മനോഹർലാൽ അഗർവാൾ ഡൽഹിയിൽ ബിസിനസ് ആരംഭിച്ചു. അവിടെ അവർക്ക് വലിയ മത്സരങ്ങൾ നേരിടേണ്ടി വന്നു. ഇന്ത്യയിൽ പാക്കേജ്ഡ് ഭക്ഷണങ്ങൾ വലിയൊരു മാറ്റത്തിലേക്ക് കടക്കുന്ന സമയമായിരുന്നു അത്. അതുവരെ ഹൽദിറാം സ്നാക്സുകൾ സാധാരണ പ്ലാസ്റ്റിക് കവറുകളിലോ അല്ലെങ്കിൽ തുറന്ന നിലയിലോ ആണ് വിറ്റിരുന്നത്. ഈ രീതി പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി വേഗം നശിക്കാൻ കാരണമായി.
ഇതിന് പരിഹാരമായി മനോഹർലാൽ ആധുനിക പാക്കേജിംഗ് സിസ്റ്റം കൊണ്ടുവന്നു. സിപ്ലോക്ക് കവറുകളും 4 ലെയറുകളുള്ള പൗച്ചുകളും അവർ ഉപയോഗിച്ചു. ഏറ്റവും പ്രധാനമായി കവറിനുള്ളിൽ നൈട്രജൻ ഗ്യാസ് നിറയ്ക്കുന്ന സിസ്റ്റം അവർ തുടങ്ങി. ഇതുവഴി സ്നാക്സുകൾ കേടാകാതെ മാസങ്ങളോളം ഇരിക്കാൻ തുടങ്ങി. ഈ ഒരൊറ്റ മാറ്റം കമ്പനിയുടെ തലവര മാറ്റി. ഡൽഹിയിലോ നാഗ്പൂരിലോ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ബിസിനസ് ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കാൻ ഈ പാക്കേജിംഗ് സഹായിച്ചു. മികച്ച ഡിസ്ട്രിബ്യൂഷൻ വഴി ഇന്ത്യയിലെ ചെറിയ ഗ്രാമങ്ങളിൽ വരെ ഹൽദിറാംസ് പ്രൊഡക്റ്റുകൾ എത്തിത്തുടങ്ങി. പിന്നീടുള്ള വർഷങ്ങളിൽ കമ്പനി അതിവേഗം വളർന്നു. വെറും ഭുജയിൽ നിന്ന് തുടങ്ങി പിന്നീട് നംകീൻ, മധുര പലഹാരങ്ങൾ, റെഡി ടു ഈറ്റ് ഭക്ഷണങ്ങൾ, ബിസ്ക്കറ്റുകൾ തുടങ്ങി 400-ൽ പരം വ്യത്യസ്ത പ്രൊഡക്റ്റുകൾ കമ്പനി നിർമ്മിക്കാൻ തുടങ്ങി. മികച്ച ക്വാളിറ്റിയും പാക്കേജിംഗും കാരണം ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും ഇവയ്ക്ക് വലിയ ഡിമാൻഡ് ഉണ്ടായി. ഇന്ന് UK, USA, മിഡിൽ ഈസ്റ്റ് തുടങ്ങി 100ഓളം രാജ്യങ്ങളിൽ ഹൽദിറാംസ് പ്രൊഡക്റ്റുകൾ ലഭ്യമാണ്. വെറും ഒരു പലഹാരക്കടയിൽ നിന്നും ഒരു ഇന്റർനാഷണൽ ബ്രാൻഡായി അവർ മാറി. ഈ സമയം അത്രയും ഹൽദിറാംസ് ബിസിനസ് പ്രധാനമായും 2 വിഭാഗങ്ങളായാണ് പ്രവർത്തിച്ചിരുന്നത്. ഡൽഹി കേന്ദ്രീകരിച്ച് മനോഹർലാൽ അഗർവാളിന്റെയും മധുസൂദൻ അഗർവാളിന്റെയും നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനിയായ ഹൽദിറാം സ്നാക്സും നാഗ്പൂർ കേന്ദ്രീകരിച്ച് ശിവകിഷൻ അഗർവാളിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഹൽദിറാംസ് ഫുഡ് ഇന്റർനാഷണൽ എന്ന കമ്പനിയും. ഒരേ ബ്രാൻഡ് പേരിൽ ഒരേ ഡിസൈനിൽ പ്രവർത്തിച്ചിരുന്നെങ്കിലും ഇവ രണ്ടും വ്യത്യസ്ത കമ്പനികളായിരുന്നു. എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ വളരാനും വലിയ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാനും കമ്പനികൾ ഒന്നാകേണ്ടത് ആവശ്യമായിരുന്നു. അങ്ങനെ ഡൽഹി നാഗ്പൂർ കമ്പനികൾ ലയിപ്പിക്കാൻ കുടുംബം തീരുമാനിച്ചു. 2023 ഏപ്രിൽ മാസത്തിൽ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈ ലയനത്തിന് ഔദ്യോഗികമായി അംഗീകാരം നൽകി. അങ്ങനെ ഹൽദിറാം സ്നാക്സ് ഫുഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ഇതൊരു വലിയ സംയുക്ത കമ്പനിയായി മാറി. രേഖകൾ പ്രകാരം ഡൽഹിയിലെ അഗർവാൾ കുടുംബത്തിന് പുതിയ കമ്പനിയിൽ 56% ഓഹരികളും നാഗ്പൂരിലെ കുടുംബത്തിന് 44% ഓഹരികളുമാണ് ഉള്ളത്. ബിസിനസ് കൂടുതൽ പ്രൊഫഷണൽ ആക്കുന്നതിന്റെ ഭാഗമായി അവർ KK ചുട്ടാനി എന്ന പ്രൊഫഷണൽ സിഇഒയെ 2023 നിയമിക്കുകയും ചെയ്തു. ഒരു കുടുംബ ബിസിനസ് എന്നതിൽ നിന്നും പൂർണ്ണമായ ഒരു കോർപ്പറേറ്റ് കമ്പനിയായി മാറുകയായിരുന്നു അവർ. കമ്പനികൾ ലയിച്ച് ഒറ്റ കമ്പനി ആയതോടെ ലോകത്തെ വമ്പൻ നിക്ഷേപകർ ഹൽദിറാംസിലേക്ക് ഒഴുകിയെത്തി. എന്തുകൊണ്ടാണ് വിദേശ നിക്ഷേപകർ ഈ കമ്പനിയെ ഇത്രയധികം നോട്ടമിട്ടത്? സാമ്പത്തിക രേഖകൾ പ്രകാരം 2024 സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ മൊത്തം വരുമാനം ഏകദേശം 12,800 കോടി രൂപയായിരുന്നു. ഇന്ത്യയിലെ പരമ്പരാഗത ലഘുഭക്ഷണ മാർക്കറ്റിലെ ഏറ്റവും വലിയ കമ്പനിയാണവർ. ബ്ലാക്ക്സ്റ്റോൺ, ബെയിൻ ക്യാപിറ്റൽ, ടെമാസെക്, ആൽഫ വേവ് തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് ഇക്വിറ്റി കമ്പനികൾ ഹൽദിറാംസിന്റെ ഓഹരികൾ വാങ്ങാൻ മത്സരിച്ചു. കമ്പനി ആവശ്യപ്പെട്ട ഉയർന്ന മൂല്യം കാരണം ബെയിൻ ക്യാപിറ്റൽ പോലെയുള്ള ചില കമ്പനികൾ പിന്നീട് പിന്മാറി. ഒടുവിൽ 2025 മാർച്ച് മാസത്തിൽ പുറത്തുവന്ന ഔദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം സിംഗപ്പൂർ സർക്കാരിന്റെ നിക്ഷേപ സ്ഥാപനമായ ടെമാസെക് കമ്പനിയുടെ 10% ഓഹരികൾ വാങ്ങാൻ കരാർ ഒപ്പിട്ടു. ഈ ഇടപാടിൽ ഏറ്റവും ശ്രദ്ധേയമായത് കമ്പനിക്ക് നൽകിയ മൂല്യമാണ്. $10 ബില്യൺ, അതായത് ഏകദേശം 85,000 കോടി രൂപയാണ് കമ്പനിയുടെ മൊത്തം മൂല്യമായി നിക്ഷേപകർ കണക്കാക്കിയത്. അതായത് ഇതിന്റെ 10% ഓഹരികൾക്ക് വേണ്ടി ടെമാസെക് വലിയൊരു തുക നിക്ഷേപിച്ചു. ഇവിടെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് $10 ബില്യൺ പണമായി കിട്ടി എന്നല്ല ഇതിനർത്ഥം. മറിച്ച് ടെമാസെക് ഓഹരികൾ വാങ്ങിയ നിരക്ക് വെച്ച് കണക്കാക്കുമ്പോൾ കമ്പനിയുടെ ഇന്നത്തെ മൊത്തം മാർക്കറ്റ് മൂല്യം $10 ബില്യൺ ആണ് എന്നാണ്. ഇന്ത്യൻ പാക്കേജ്ഡ് ഫുഡ് വ്യവസായത്തിൽ തന്നെ നടന്ന ഏറ്റവും വലിയ ഇടപാടുകളിൽ ഒന്നാണിത്. എന്തുകൊണ്ടാണ് ഒരു പരമ്പരാഗത ഇന്ത്യൻ സ്നാക്ക് കമ്പനി ആഗോള നിക്ഷേപകർക്ക് ഇത്ര പ്രിയപ്പെട്ടതാകുന്നത്? അതിന് പ്രധാന കാരണം ഇന്ത്യയിലെ പാക്കേജ്ഡ് ഫുഡ് മാർക്കറ്റിന്റെ വലിയ വളർച്ചയാണ്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം വരും വർഷങ്ങളിൽ ഇന്ത്യൻ സ്നാക്ക് മാർക്കറ്റ് ഇരട്ടിയായി വളരും. ഹൽദിറാംസ് തങ്ങളുടെ പരമ്പരാഗത രുചി നിലനിർത്തിക്കൊണ്ട് തന്നെ ഏറ്റവും മികച്ച പാക്കേജിംഗ്, ആധുനിക ഡിസ്ട്രിബ്യൂഷൻ എന്നിവ ഉപയോഗിച്ചു. അവർ വിദേശ മാർക്കറ്റുകളിലേക്കും വിജയകരമായി ബിസിനസ് വ്യാപിപ്പിച്ചു. ലോകം എത്ര മാറിയാലും തങ്ങളുടെ കസ്റ്റമേഴ്സിന് കൃത്യമായി എന്താണ് വേണ്ടത് എന്ന് അവർ മനസ്സിലാക്കി. കാലത്തിനനുസരിച്ച് പ്രൊഡക്റ്റുകളിൽ മാറ്റം വരുത്തി. ഗംഗാ ബിഷൻ അഗർവാൾ എന്ന ഒരു സാധാരണ പയ്യനിൽ തുടങ്ങി ഇന്ന് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ കമ്പനി വരെയുള്ള ഹൽദിറാംസിന്റെ യാത്ര നൽകുന്ന പാഠം വളരെ വലുതാണ്. ബിസിനസ് ചെറുതാണോ വലുതാണോ എന്നതല്ല കാര്യം. നിങ്ങൾ വിൽക്കുന്ന പ്രൊഡക്റ്റിൽ കൊണ്ടുവരുന്ന പുതിയ മാറ്റങ്ങൾ, മാറിവരുന്ന മാർക്കറ്റ് ട്രെൻഡുകളെ മനസ്സിലാക്കാനുള്ള കഴിവ്, കസ്റ്റമേഴ്സിനോടുള്ള വിശ്വസ്തത, ഏറ്റവും മികച്ച പാക്കേജിംഗ്, ഇവയെല്ലാം കൃത്യമായി ഫോക്കസ് ചെയ്താൽ ഏതൊരു ചെറിയ ബിസിനസിനെയും കോടിക്കണക്കിന് രൂപയുടെ വലിയ ബ്രാൻഡാക്കി മാറ്റാം. 1937 രാജസ്ഥാനിലെ ഒരു ചെറിയ തെരുവിൽ തുടങ്ങിയ ആ കട ഇന്ന് ഇന്ത്യയുടെ അഭിമാനമായി $10 ബില്യൺ മൂല്യമുള്ള സാമ്രാജ്യമായി തലയുയർത്തി നിൽക്കുന്നത് അതുകൊണ്ട് മാത്രമാണ്.